ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ നനച്ചുള്ളിയുടെ രണ്ടാമത്തെ ഘട്ടമാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഒന്നായിട്ട് ഒരു ദിവസം തന്നെ ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് പിന്നീട് അവിടെ വയ്യ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു കടത്തം കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമുക്ക് വയ്ക്കുന്ന പോലെ ഒന്നോ രണ്ടോ റൂമുകൾ ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്ത് തട്ടി തുടങ്ങി അങ്ങനെ എല്ലാതും എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ പറയുക, ഇത് നമ്മൾ അന്ന് 2 റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മുടെ റൂമാണ്. അപ്പോൾ ഇതും ഹാളും ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ കർട്ടനും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ സനക്കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ ഫാനും തുടച്ച് തന്നെ ജനലുകളൊക്കെ തുടച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ മുകളിലെ റാക്കൊക്കെ കുറേ ആയിരിക്കണം. അതിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ പായകളും അതുപോലെ കുറേ ഫയലും ഇതും കുറേ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് അവിടെ എന്താ പറയുക, വാറാമലയും പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടേക്കൊന്ന് വാറാമല തട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊക്കെ വീണ്ടും കറക്റ്റായിട്ട് നിരവണം ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നനച്ചുള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണല്ലോ ഒരു രസം. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നാൽ നമുക്ക് എന്താ പറയുക, മനസ്സിനൊരു തൃപ്തിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ പണി മാത്രം നോക്കിയാൽ പോലെ അടുക്കളയിലും പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഫുഡിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. അതിന് നമ്മളിത് പരിപ്പ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോളിഫ്ലവറാണ് കേട്ടോ അവർക്ക് പൊരിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുട്ടയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കില്ല, അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സനക്കുട്ടി ഇതാ നമ്മുടെ റൂമിലത്തെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. കട്ടിലേക്ക് അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് അവൾക്ക് അങ്ങനെയാണ്. എന്താ പറയുക, ഒന്ന് റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കുകയാണെങ്കിൽ അപ്പോൾ ഷേപ്പൊക്കെ ഒന്ന് കട്ടിലെ അലമാരയൊക്കെ ഷേപ്പ് ചെയ്യാം. അലമാരയൊന്നും അങ്ങനെ മാറ്റിയില്ല, കട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊന്ന് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ സനയാണ് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ ചോറ് ഊറ്റിയിട്ട് വന്നിട്ട് അങ്ങനെ തുടക്കാനും നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒരുപാട് കർട്ടനുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ തിരുമ്പാനുണ്ട്. അപ്പോൾ ഓൾറെഡി തിരുമ്പാൻ 2-3 വട്ടം തിരുമ്പാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാള് അതുപോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഫാനൊക്കെ ഒന്ന് തുടച്ചു, അതുപോലെ തന്നെ ജനലുകളൊന്ന് തുടച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടത്തെയും കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിതാ മിഷീനിൽ ഒരു ട്രിപ്പ് തിരുമ്പൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഉണക്കാനിടാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് കർട്ടനും ബെഡ്ഷീറ്റും കൂടി തിരുമ്പാനിടാനുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ക്ലീനിങ് വരുന്നത് അടുക്കളയാണ്. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെന്നും അടിച്ച് വാരുന്നുണ്ട്, തുടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അടുക്കളകളൊക്കെ അപ്പപ്പുള്ള പാത്രങ്ങൾ കഴുകി വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെപ്പിയും ബോട്ടിലൊക്കെ കഴുകി വെക്കുന്നുണ്ട്. എങ്കിലും അങ്ങോട്ട് മാറ്റി അതൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഫുഡ് ഒഴിവുള്ള ദിവസം വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോകും. അപ്പോൾ ഇനി എന്നറിയില്ല. അപ്പോൾ നോമ്പാവതിന് മുന്നേ വേഗം ആ ഒരു പണിയും കൂടി വേഗം ചെയ്ത് തീർക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വേഗം എല്ലാ ഭാഗത്തൊന്ന് തുടച്ചെടുക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് നേരത്തെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ, ഫുഡ് കഴിക്കാനൊന്നും വരില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താ പറയുക, കുളി നനയും കഴിഞ്ഞിട്ട് വന്ന് വേഗം ഇത്തിരി ചോറെടുത്ത് കഴിച്ചു. അപ്പോൾ സനക്കുട്ടിക്കാണെങ്കിൽ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കോൾഡ് കോഫിയോ പിന്നെ മാഗിയും കൂടി ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ നമ്മുടെ റൂം ഇതുപോലെ ആക്കിയെടുത്തു. വേറെ കർട്ടനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അപ്പോൾ റൂം ഇതാണല്ലേ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.